തീരും. അടുത്ത ഡിസംബർ മാസം 31 നമ്മൾ ജീവനോടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. സ്തോത്രം. കർത്താവിന്റെ വരവ് സംഭവിക്കുമോ അത് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കണം. 2, ആമേൻ, കുതിരകളോടുകൂടെ നിങ്ങൾ ആമേൻ മത്സരിച്ചോടുമെന്ന് പറഞ്ഞിരുന്നത്. കുതിരകളോടുകൂടെ നിങ്ങൾ മത്സരിച്ചോടും. സ്തോത്രം. മത്സരിച്ചോടും. ഞാൻ കുതിരയെ പറ്റി ചിന്തിച്ചപ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 39 അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചുരോമം അണിയിച്ചത്, നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? അതിന്റെ ഹൂങ്കാര പ്രതാപം ഭയങ്കരം, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു, അത് ആയുധപാണികളെ എതിർത്തു ചെല്ലുന്നു, അത് കൂശാതെ ഭയത്തെ പുച്ഛിക്കുന്നു, വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല, അതിന് എതിരെ ആവനാഴി മിന്നുന്ന കുന്തവും ശൂലവും കിലുവിലുക്കുന്നു. ആമേൻ. അത് ഉഗ്രതയും കോപവും കൊണ്ട് നിലം വിഴുങ്ങുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങിയിരിക്കുകയില്ല. കാഹളനാദം ധരിക്കും തോറും അത് ഹാ എന്ന് ചിനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മടക്കുന്നു. യോബിന്റെ പുസ്തകം 39 അധ്യായം 15 മുതലുള്ള 19 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഹോഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, കുതിരയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കുതിരയെ നിങ്ങൾ നോക്കിയാൽ ഒരിക്കലും ആ കാൽ അടങ്ങിയിരിക്കുന്നത് കണ്ടിട്ടില്ല. ആമേൻ. 2, അത് ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. ഉറങ്ങുന്ന കുതിര, ഉറങ്ങുന്ന ആനയെ കണ്ടിട്ടുണ്ട്, ഉറങ്ങുന്ന കുതിരയെ കണ്ടിട്ടില്ല. കേൾക്കുന്നുണ്ടോ? അതിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്തോത്രം. ഇതിങ്ങനെ കാലിങ്ങനെ അവരിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക, എന്നാൽ റെഡിയാണ്. ഒന്നും ചെയ്യാനില്ലെങ്കിലും ഒന്നുമില്ല. ഞാൻ ചിലപ്പോൾ പറയും സിംഹം ഉറങ്ങിക്കിടന്നാലും സിംഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? സിംഹം ഉറങ്ങിക്കിടന്നാലും സിംഹം എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തതെന്ന് പറഞ്ഞ് അത് ഒരിക്കലും മണ്ണുമായിട്ടൊരു ബന്ധമില്ല. ഭയങ്കര കുതിക്കുന്ന അനുഭവം. മണ്ണുമായിട്ടൊരു ബന്ധമില്ല. അതിന്റെ ലക്ഷ്യം മൊത്തം മത്സരിച്ച് ഓടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വാള് കണ്ടാൽ അത് പേടിക്കുന്നില്ല അല്ലേ? അതിന്റെ മുകളിൽ ഇരിക്കുന്ന ആള് നിയന്ത്രിക്കുന്നത് പോലെ അത് കുതിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് മുമ്പിൽ നിൽക്കുന്ന വാളാണോ കുന്തമാണോ യുദ്ധമാണോ അതൊന്നും ഒരു പ്രശ്നമില്ല. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരാള് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ഇത് കുതിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നവര് ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെയുള്ള ഓരോരുത്തരും നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് ആ നിയന്ത്രണം ഇരിക്കുന്നത്. ആ നിയന്ത്രണത്തിനനുസരിച്ച് കുതിര ചലിക്കുന്നത് പോലെ ചിലപ്പോൾ ചെറുക നിൽക്കുമായിരിക്കാം. പക്ഷേ ആ നിയന്ത്രിക്കുന്നയാള് എങ്ങനെ അതിന്റെ വേഗത കൂട്ടുമോ അതേപോലെ വേഗത പോവും. ഈ പകലിൽ കേട്ടോ, മുമ്പിൽ നിൽക്കുന്നത് വാളാകാം, കുന്തമാകാം, യുദ്ധമാകാം. പക്ഷേ നാം നിൽക്കരുത്, മുന്നോട്ട് തന്നെ ചലിച്ചോണം, മുന്നോട്ട് തന്നെ ചലിച്ചോണം. 2026 നിന്റെ മുമ്പിൽ യുദ്ധം കാണുമായിരിക്കാം, നിന്റെ മുമ്പിൽ വാള് കാണുമായിരിക്കാം, പരിച കാണുമായിരിക്കാം, കുന്തം കാണുമായിരിക്കാം. പക്ഷെ പുറകോട്ട് ഓടരുത്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം, മുന്നോട്ട് തന്നെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കണം. എത്ര പേർ കേൾക്കുന്നുണ്ട്? ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ 3-ാമത്തെ ദൂത്, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചേക്കുന്നേ. 2 മേഖല ഭയങ്കര ഓക്കെ ആയിരുന്നു. ഒന്ന് നടക്കാൻ ഓടാൻ ഓക്കെയ, കുതിരയോടുകൂടെ മത്സരിച്ചോടാൻ ഓക്കെയ. പക്ഷെ യോർദാന്റെ വൻകാട്ടിൽ നീ എന്നാ ചെയ്യുമെന്നാ ചോദിച്ചേക്കുന്നത്. യോർദാന്റെ വൻകാട്ട് ഞാൻ ഈ ബൈബിൾ നോക്കിയപ്പോ ഏകദേശം 181 സ്ഥലങ്ങളിൽ ജോർദാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തം പറഞ്ഞ ഓൾനൈറ്റ് പ്രയർ ആകും, നമുക്ക് ഈ ഹോൾ തരത്തുമില്ല. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താം. ദൂത് മനസ്സിലാകട്ടെ. ജോർദാന്റെ വൻകാട്ടിൽ നീ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. ദൂത് മാത്രം പറയട്ടെ. കർത്താവ് യഹോവ ഏലിയാവിനോട് അരുളി ചെയ്യുന്ന ഒരു ദൂതുണ്ട്. ഏലിയാവിനോട് പറയുകയാണ്, സ്തോത്രം, നീ പോയി ജോർദാന്റെ അരികിലുള്ള കെരീത്തിൽ ഇരിക്കെ. ദൂത് പറഞ്ഞേച്ച് കർത്താവ് പറഞ്ഞു. ദൂത് ആരോടാ പറഞ്ഞേ? ആഹാബിനോടും ഇസബേലിനോടും പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. ദൂത് കറക്റ്റാണ്, ദൂത് പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു ജോർദാന്റെ അരികിലുള്ള കെരീത്ത് തോട്ടിൽ പോയി അവിടെ ഇരിക്കെ. കർത്താവ് പറഞ്ഞെടുത്ത് പോയി ഇരുന്നപ്പോ കാക്ക അവന് വേണ്ടത് ആഹാരം
കൊണ്ടു കൊടുക്കുക. ഈ പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷിയെ പറത്തി നിർത്തിയതുപോലെ 2026 നിനക്ക് വേണ്ടത് കയ്യെത്തും ദൂരത്ത് ദൈവം പറത്തി നിർത്താൻ പോവുക. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇരുകരവും അടിച്ചു ദൈവത്തിന് മഹത്വപ്പെടുന്നത് റിസീവ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തില് നീ അതിനു വേണ്ടി പോകണ്ട, നീ അതിനു വേണ്ടി തയ്യാറായാൽ മാത്രം മതി. കയ്യെത്തും ദൂരത്ത് ചില കാക്കകളെ അയച്ച് നിന്നെ പോഷിപ്പിക്കാൻ ദൈവം തയ്യാറാണ്. ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷിയെ പുറത്ത് നിർത്താൻ കഴിവുള്ളവനാ ദൈവം. 2026 വിശ്വസിക്ക്. പോക്കറ്റുകാരിയായാലും നീ കണ്ണ് നിറഞ്ഞാലും ആമേൻ സ്വതന്ത്ര നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും കർത്താവിന്റെ സന്നിധി പറയണോ, കെരീത്ത് തോട്ടിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയാലും എനിക്ക് വേണ്ടുന്ന കാക്കയെ ദൈവം അയക്കും. വിശ്വസിക്ക്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടുന്നത് ദൈവം നിനക്ക് കൊണ്ടു തന്നിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പ്രോഫസി പറയാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഈ 2026 നിനക്ക് പുതിയ ജോലി ദൈവം തരാൻ പോവാ. യേശുവിന്റെ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് ദൈവം തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടുന്നത് എന്താണോ അത് 2026 നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാൻ പോവാ. ഒരു എക്സാമിൽ നീ പരാജയപ്പെട്ടാണ് ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു 2026 നിന്റെ കയ്യിൽ വിജയം കൊണ്ടു തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്തതാണ്. കരമടിച്ച് റിസീവ് ചെയ്തതാണ്. യേശുവിന്റെ നാമത്തിൽ തുറന്ന സ്വർഗത്തിന്റെ അരികിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ജനത്തോട് പ്രവചിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ എന്താണോ ഇല്ലാത്തത് അത് നിന്നിലേക്ക് വന്നു ചേരാൻ പോകുക. എന്താണോ നിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അത് നിന്നിലേക്ക് കയ്യെത്തും ദൂരത്ത് ഏറ്റവും അടുത്ത് പറഞ്ഞിറങ്ങുന്ന വ്യവസായത്തിൽ ഈ പതിൽ വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ 2026 നിന്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ദൈവത്തിലെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ഈ ജോർദാനിലേക്ക് പോയിട്ട് വലിയ മരങ്ങൾ